എല്ലാവർക്കും നമസ്കാരം. ഭഗവാന്റെ കൃപ കൊണ്ട് തിരുപ്പതി ദർശനത്തിനുള്ള മഹാഭാഗ്യം ഉണ്ടായി. 2 ദിവസം തിരുപ്പതിയിലായിരുന്നു. അപ്പോൾ ശനിയാഴ്ചയായിരുന്നു ദർശനം ലഭിച്ചത്. വളരെ സന്തോഷമുണ്ട് ഭഗവാനെ തൊഴാൻ സാധിച്ചതിൽ. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. പെട്ടെന്ന് തോന്നി, ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. അവിടെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ശനിയാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ നല്ല തിരക്കാണ് അവിടെ. അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലും ഞായറാഴ്ചയും തിരക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? യാത്ര പുറപ്പെട്ടു. ഇത് തിരുമല കയറുന്ന കയറ്റാണ്, മലക്കയറ്റാണ്. കാറിലാണ് പോയത്. തിരുപ്പതി വരെ ട്രെയിനിലും, ബാക്കി മുകളിൽ തിരുമല കയറ്റം കാറിലായിരുന്നു കേട്ടോ. ബസ്സും ഉണ്ട്. ഒരുപാട് വാഹനങ്ങളിൽ ഒത്തിരി പേര് വരുന്നുണ്ട്. ആ ഒരു മല കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ. വളരെ അധികം പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു സ്ഥലമാണ് തിരുമല തന്നെ. തിരുമല എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ എല്ലാവരും അവരവരുടെ വാഹനങ്ങളിൽ വരുന്നുണ്ട്. ഒരുപാട് പേര് കേരളത്തിൽ നിന്നുള്ളവർ അവരുടെ വാഹനത്തിൽ തന്നെ വരുന്നവരുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും, എല്ലാ നാട്ടിൽ നിന്നും അങ്ങനെ സ്വന്തം വാഹനങ്ങളിൽ വരുന്നവരുണ്ട്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഭഗവാനെ തൊഴാൻ പോയി. യാത്രകൾ ഇങ്ങനെ പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ ഇപ്പം എത്തും എന്നുള്ള ഒരു സന്തോഷം മനസ്സിലിങ്ങനെ അണപൊട്ടി ഒഴുകും. കാരണം 3 വട്ടം പോയിട്ടുണ്ട്. എന്നാലും വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കും. ഈ ഒരു സ്ഥലമൊക്കെ എത്തുമ്പോൾ ഭഗവാന്റെ മന്ത്രങ്ങൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോഴും മനസ്സിലാവും അടുത്തെത്താറായി എന്നുള്ളത്. ഇതാണ് എൻട്രൻസ്. ഈ എൻട്രൻസിൽ കൂടെ കയറി ചെക്കിങ് ഒക്കെ ഉണ്ട്. ചെക്ക് ചെയ്താണ് അകത്ത് കയറ്റി വിടുന്നത്. ചെക്ക് ചെയ്തിട്ട് മാത്രം അകത്ത് കയറ്റി വിടും കേട്ടോ. നമ്മുടെ വാഹനവും നമ്മുടെ ബോഡിയെല്ലാം ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറ്റി വിടും. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ അടുത്തെത്തി, തൊഴുതു. ഭഗവാൻ തൊഴുതിറങ്ങി. നമ്മൾ ഒരു അത്ഭുതം സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ ദർശനത്തിന്. അവിടെ നല്ല തിരക്കായതുകൊണ്ട്. അല്ലെങ്കിൽ സർവദർശൻ ക്യൂ ഉണ്ട്, അതിൽ നിൽക്കണം. എന്ന് വെച്ചാൽ അത് ഫ്രീ ആണ്, ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. പക്ഷെ നമ്മളെല്ലാവരും ആധാർ കാർഡ് കരുതിക്കോണം. എപ്പോഴാണ് അവർ ചോദിക്കുന്നത് അറിയാൻ കഴിയില്ല. സാധാ നമ്മുടെ 300 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ആധാർ കാർഡ് ഉറപ്പായിട്ടും കരുതുക. സർവദർശനിൽ ആധാർ കാർഡ് വേണ്ടി വന്നില്ല. ആധാർ കാർഡ് വേണം കേട്ടോ, കാണിക്കണം തോന്നുന്നു. ഒരു നോർമൽ ടിക്കറ്റ് തരും, കാശൊന്നും കൊടുക്കണ്ട. പക്ഷേ നമുക്ക് അല്ലാതെ 300 രൂപയുടെ ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. സ്റ്റോക്ക് കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു. നമ്മൾ പോയ സമയം, ഒരു സമയത്ത് മാത്രമേ അവിടെ വെളുപ്പിന് കൊടുക്കത്തുള്ളൂ. നമ്മൾ ചെന്നപ്പോൾ താമസിച്ചു പോയി. അങ്ങനെ ഭഗവാനെ തൊഴുതു. അതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, സർവദർശന ക്യൂ പൊതുവേ 15 മണിക്കൂർ, 12 മണിക്കൂറും 10 മണിക്കൂറൊക്കെയാണ് ദർശനം. പക്ഷേ നമുക്ക് 3 മണിക്കൂർ മാത്രമേ നിൽക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. അത് ഭഗവാന്റെ ഒരു കൃപാകടാക്ഷമായിട്ട് തന്നെ തോന്നി. നല്ല ദർശനമായിരുന്നു. ഭഗവാനെ നന്നായിട്ട് കാണാൻ സാധിച്ചു. സന്തോഷമായി. കാരണം ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ദർശനം കിട്ടുക എന്ന് പറയുന്നത് ഭഗവാന്റെ കൃപ തന്നെയല്ലേ, വേറെ എന്താണ്. അങ്ങനെ ഭഗവാനെ കണ്ടു. ഭഗവാൻ എന്താ പറയുക, സൂര്യൻ ഉദിച്ച് വരുന്നത് പോലെയാണ്. അന്ന് കണ്ടപ്പോൾ ഭഗവാന് ഫുള്ള് വജ്രം പൊതിഞ്ഞ രൂപമായിരുന്നു ഭഗവാന്. വജ്രങ്ങൾ കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള രൂപം. ഭഗവാൻ ഇങ്ങനെ ഭക്തരെ ചേർത്ത് പിടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരെയും, വരുന്ന എല്ലാ ഭക്തരെയും ഭഗവാൻ കാണുന്നുണ്ട്, അത് ഉറപ്പാണ്. എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നു. വട്ടം പോയപ്പോൾ ഭഗവാന് പൂർണ്ണമായിട്ട് പൂക്കൾ കൊണ്ടുള്ള അലങ്കാരമായിരുന്നു. ഈ വട്ടം പോയപ്പോൾ സ്വർണവും വൈഡൂര്യവും ഒക്കെ കൊണ്ടുള്ള അലങ്കാരമായിരുന്നു. വളരെ സന്തോഷമുള്ള ഒരു ദർശനമായിരുന്നു. ലഡുവൊക്കെ മേടിച്ചു, പിന്നെ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇനിയും കാണുന്നത്. തിരിച്ചു വരുന്നത് വേറൊരു റൂട്ടിൽ കൂടെയാണ്. അപ്പോൾ ഇത് ഗരുഡ ഭഗവാന്റെ രൂപമാണ്. മലയിലുള്ള ഗരുഡ ഭഗവാന്റെ രൂപമാണ്, സ്വയംഭൂ രൂപമാണ് കേട്ടോ. ഇത് ഗോവിന്ദരാജ എന്ന് പറയുന്ന ഭഗവാന്റെ ജ്യേഷ്ഠൻ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇത് ഇവിടെയും വരുന്ന വഴിക്കാണ് കയറിയത്. യഥാർത്ഥത്തിൽ പോകുന്ന വഴിക്ക് ഇതെല്ലാം കയറിയിട്ടാണ് പോകേണ്ടത്. പക്ഷെ അതിനുള്ള സമയം കിട്ടില്ല. വരുന്ന വഴിക്കാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞത്. ഇതിൻ്റെ കുറച്ചടുത്തായിരുന്നു നമുക്ക് റൂമെല്ലാം ഉണ്ടായിരുന്നത്. താഴെയാണ് റൂം എടുത്തത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നിട്ടാണ് ക്ഷേത്രങ്ങളിൽ തൊഴുതത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി. ആകാശഗംഗ, അതുപോലെ തന്നെ ശിവക്ഷേത്രം എല്ലാം പോയി ദർശനം നടത്തിയത് കൊണ്ട് തന്നെ ഈ വട്ടം
ഈ ഒരു ക്ഷേത്രത്തിലും തിരുപ്പതി ക്ഷേത്രത്തിലും മാത്രമാണ് ദർശനം നടത്തിയത്. അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു ദർശനം കഴിഞ്ഞു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എന്നും എല്ലാവരോടൊപ്പം ഉണ്ടാവട്ടെ. തിരുപ്പതി പോകാൻ സാധിക്കാത്തവർക്ക് ഉറപ്പായിട്ടും ഭഗവാന്റെ ദർശനം ഉടനെ ലഭിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.